ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വിശദാംശങ്ങളുമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ. മലയോര മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ അപകട ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു നടപടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കരിക്കോട്ടക്കരിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. സാർ, നമ്മുടെ ഇരിട്ടി ബ്ലോക്കിൽ എത്ര ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്? ഇരിട്ടി ബ്ലോക്കിൽ നിലവിൽ ആദിവാസി സങ്കേതങ്ങളിലാണ് 2 ക്യാമ്പുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മേഖലയിലുള്ള 6 പഞ്ചായത്തുകളിലും സമാന സ്വഭാവമുള്ള ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ 2 കോളനി ഏത് സമയത്തും ഒരു സ്ഫോടനാത്മകമായ ഒരവസ്ഥയുള്ള 2 കോളനികളാണ് ഈ 2 കോളനികളും. വളരെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ വളരെ അവസരത്തിനൊത്തുയർത്തുകൊണ്ട് തലേ ദിവസം തന്നെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുമായി പ്രാദേശിക ഗവൺമെൻറ്റുകൾ വളരെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമില്ലാതെയുള്ള മുഴുവൻ ആൾക്കാരും ഒറ്റക്കെട്ടായി നമുക്ക് ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. 2 ക്യാമ്പുകളിലും സന്ദർശിച്ചപ്പോൾ ആശാവഹമായ രീതിയിൽ അവരുടെ ക്യാമ്പ് അംഗങ്ങൾ വളരെ നല്ല രീതിയിൽ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ കോളനികളുടെ ദുരവസ്ഥ, ചതുരൂർ 110 കോളനിയുടെയും അതോടൊപ്പം തന്നെ അംബേദ്കർ കോളനി, എടപ്പുഴ അംബേദ്കർ കോളനിയും ഈ 2 കോളനികളുടെയും ദുരവസ്ഥ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആ ദുരവസ്ഥ പരിഹരിക്കാനുള്ള ശ്രമവുമായി മുമ്പോട്ട് പോയില്ലെങ്കിൽ, സ്ഥായിയായ പരിശ്രമം ഇതിനു വേണ്ടി ഉണ്ടായില്ലെങ്കിൽ ഈ കോളനികളുടെ ഭാവിയിൽ ഇന്ന് വയനാട്ടിൽ നടന്നതിനേക്കാൾ വലിയ അപകടം ദുരന്തങ്ങളും വിളിച്ചു വരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭൗമശാസ്ത്ര ഘടന അനുസരിച്ച് എടപ്പുഴ അംബേദ്കർ കോളനി എന്ന് പറയുന്നത് ആരാലും ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ, ജനപ്രതിനിധികൾക്ക് അവിടെ എത്തണമെങ്കിൽ ഒരുപാട് ശ്രമകരമായ രീതിയിലുള്ള ഒരുപാട് ഏർപ്പാടുകൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞില്ലെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ കോളനി വളരെ നല്ല രീതിയിൽ അതിന് ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള ശ്രദ്ധയുണ്ടാകണം എന്നാണ് എനിക്ക് പറയുന്നത്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കുഴിവേലിപ്പുറത്ത് ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, ചെമ്പേരി. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ്. MS ഗോൾഡൻ ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി.